हाय फ्रेंड्स, आज तो मन करता है बस आपसे ही बातें करूं। जंतर मंतर पर जो कुछ भी हुआ। അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നലെ രാത്രിയും നമ്മുടെ മോദിജിയുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ മോദിജി ഈ ജെൻസിനെ പൊട്ടന്മാരാക്കുന്നതാണോ, അതോ മോദിജി സ്വയം പൊട്ടനായതാണോ, അതല്ല ഇനി മോദിജിയുടെ ഈ IT സെല്ലും അതുപോലെ തന്നെ മോദിജിയുടെ PR വർക്ക് ചെയ്യുന്ന ആൾക്കാരും മൊത്തത്തിൽ വട്ടായതാണോ എന്ന് വരെ തോന്നിപ്പോകും. കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വരാത്ത, പാർലമെന്റിൽ പോവാത്ത, എല്ലാ സ്ഥലത്തുനിന്നും മിസ്സിംഗ് ആയിട്ടുള്ള മോദിജി ഇടതടവില്ലാത്ത ഓരോ ദിവസങ്ങളായിട്ട് വന്നിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഓരോ റീലിട്ട് ഒറ്റ ഓടുന്നുണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാമിലുള്ള റീലുകൾക്ക് മില്യൺസ് ആണ് വ്യൂ. ഈ വ്യൂസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അതിൽ എത്രത്തോളം ബോട്ട് കയറുന്നുണ്ട്, അതല്ലെങ്കിൽ എത്രത്തോളം വ്യൂസ് മോദിജിനെ വെറുതെ ട്രോളാൻ വേണ്ടി കാണുന്ന ആളുകളുണ്ട്. ഇനി വേറെ കുറച്ച് ആൾക്കാർ, നമ്മളെപ്പോലത്തെ ആൾക്കാർ, മോദിജി പറയുന്ന മണ്ടത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സത്യത്തിൽ മോദിജി ഇടുന്ന പോസ്റ്റുകൾ എന്താ പറയുക മോദിജിയുടെ പോസ്റ്റുകൾക്ക് അല്ലേ. ഇന്നലെ മോദിജി ഇട്ട പോസ്റ്റ്, കഴിഞ്ഞ 4 ദിവസങ്ങൾ മോദിജി ഇട്ട പോസ്റ്റ്, കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ മോദിജി ആണെങ്കിൽ ഇന്നലെ മോദിജി യഥാർത്ഥ ദൈവമായിട്ടാണ് നമ്മുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികളെ, നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെയും എൻ്റെ അമ്മയും പറഞ്ഞിട്ടുള്ള മോശം വാക്കുകൾ, നിങ്ങൾ കുട്ടികളാണ് അത് എന്നുള്ള രീതിയിൽ ഞാനത് ക്ഷമിച്ച് നിങ്ങൾക്കെതിരെ കേസിടാണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ദൈവത്തിൻ്റെ കടാക്ഷമായിരുന്നു ഇന്നലത്തെ മോദിജിയുടെ വാക്കുകൾ നമ്മൾ കണ്ടത്. ഏതാണെങ്കിലും മോദിജിയുടെ ആ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം നമുക്ക്, എന്നിട്ട് നമുക്കത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വാ. हाय फ्रेंड्स, आज तो मन करता है बस आपसे ही बातें करूं। जंतर मंतर पर जो कुछ भी हुआ देश और दुनिया ने देखा है। कुछ शरारती बच्चों ने भद्दी भद्दी गालियां बोली। किसी भी सभ्य समाज को शोभा न दे ऐसे शब्दों का प्रयोग किया गया। मुझे तो गालियां दी गई, मेरी स्वर्गीय माता को भी गालियां दी गई। न जाने कितना भद्दा स्वरूप था। लेकिन मैं आज बात करना चाहता हूं कि बचपन में गलतियां होती हैं और बचपन में गलतियों से सुधरने का अवसर भी होता है, और यही तो बचपना है। और इसलिए मैं समाज के अंदर जो आक्रोश है उसको भली भांति समझ सकता हूं। एक कल्चरल शॉक है कि हमारी बेटियां इस प्रकार की भाषा कैसे बोल सकती हैं। लेकिन समय है इन बच्चों को गले लगा करके राह दिखाने का। ये गुमराह बच्चे हैं, उनको राह दिखाना हमारा काम है। उनको सजा देना, अदालतों के चक्कर कटवाना, समाज में उनको प्रताड़ित करना, इससे हम परिस्थितियां नहीं बदल पाएंगे। मैं उन्हें माफ करना चाहता हूं। समाज भी मेरी इस बात को स्वीकार करे, क्योंकि मेरे मन में एक ही भाव है। कभी कभी दांतों तले हमारी जीभ आ जाती है, खून निकल आता है, लेकिन हम दांत तोड़ते नहीं है, क्योंकि दांत भी हमारे हैं, जीभ भी हमारी है, बच्चे भी हमारे हैं। उन्हें राह दिखाना हमारा काम है। गुमराह को राह दिखाना कठिन होता है, लेकिन कठिन काम हमको करना है। और इसलिए आओ, मैं इन बच्चों को कहता हूं, बच्चों आओ, हम देश के लिए साथ मिलकर के आगे बढ़े, कुछ नया सीखें, गलतियों से भी सीखें, अपने सपनों को लेकर के चल पड़े। देश बहुत आगे बढ़ रहा है, आगे बढ़ने वाला है, और आपका भी आगे बढ़ना निश्चित हो, यही मेरा सपना है। मैं आपके लिए जीता हूं, आपके उज्जवल भविष्य के लिए खपता हूं। आओ, हम मिलकर के देश को आगे बढ़ाएं। बहुत बहुत धन्यवाद दोस्तों। बस आओ, गलतियों से सीखो, आगे बढ़ो। നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയോ? എന്തായാലും നമുക്ക് മോദിജി പറഞ്ഞ കാര്യങ്ങളിലോട്ട് കിടക്കാം. അതായത് ആദ്യത്തെ 3 വീഡിയോയിലും ഫ്രാൻസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള മോദി, 4ാമത്തെ വീഡിയോയിൽ മേരെ സത്യം എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് വീണ്ടും 5ാമത്തെ വീഡിയോയിൽ മോദിജി ഫ്രാൻസ് എന്ന് തന്നെ തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വീഡിയോകളും ആസ് യൂഷ്വൽ ടെലിപ്രോംപ്റ്റർ വെച്ചിട്ട് തന്നെയാണ് മോദിജി സംസാരിച്ചത്. കാരണം 1-2 മിനിറ്റൊക്കെ മോദിജി സംസാരിക്കുക, സ്വയം മനസ്സിന്ന് ചിന്തകളിൽ നിന്ന് എടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞത് മോദിജിനെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മോദിജിനെ അങ്ങനത്തെ കാര്യത്തിൽ കുറ്റം പറയാൻ പാടില്ല. കാരണം മോദിജിയുടെ പഠിപ്പ്, വിദ്യാഭ്യാസം, കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനൊന്നും മോദിജിനെ നമ്മളൊന്നും പറയുന്നില്ല. ഏതായാലും ടെലിപ്രോംപ്റ്റർ വെച്ചിട്ട് മോദിജിയുടെ 5ാമത്തെ വീഡിയോ നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതായത് മോദിജി ആദ്യം തന്നെ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ജന്തർ മന്ദറിൽ നടത്തിയിട്ടുള്ള അനാവശ്യ ഭാഷാ പ്രയോഗങ്ങളും തനിക്കും തൻ്റെ അന്തരിച്ച അമ്മയ്ക്കും എതിരെയുള്ള ഉയർന്ന അധിക്ഷേപങ്ങളും പ്രധാനമന്ത്രി ഈ ഒരു വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്.
അതായത് ഫോർഗീവ്നെസ്, അതുപോലെ തന്നെ ഗൈഡൻസുമാണ് മോദിജി ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ക്ഷമിക്കുക, ഈ ജെൻസി കുട്ടികൾക്ക് വഴി കാട്ടി കൊടുക്കുക. ഇതായിരുന്നു മോദിജിയുടെ 2 അൾട്ടിമേറ്റ് ലക്ഷ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ. ക്ഷമയും മാർഗനിർദ്ദേശങ്ങളും. ചെറുപ്പത്തിൽ യുവാക്കൾക്ക് തെറ്റുകൾ സംഭവിക്കാമെന്നും അവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ കോടതി കഴറ്റി ഇറക്കാനോ നിൽക്കാതെ മാപ്പ് നൽകി ശരിയായ പാതയിലോട്ട് നയിക്കുകയാണ് സമൂഹം ചെയ്യേണ്ടതെന്നും ഇന്ന് മോദിജി ഊന്നി ഇതിൽ പറയുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, അബദ്ധത്തിൽ സ്വന്തം നാവ് പല്ലിനിടയിൽപ്പെട്ട് മുറിഞ്ഞാൽ നമ്മൾ പല്ല് തല്ലിക്കൊഴിക്കാറില്ല, കാരണം പല്ലും നാവും നമ്മുടേത് തന്നെയാണ് എന്ന ഉദാഹരണമാണ് മോദിജി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഉദാഹരണങ്ങളായിപ്പോയി. അതുപോലെ തന്നെയാണ് ഈ രാജ്യത്തിലെ യുവാക്കളും. അതായത് യുവാക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യുവാക്കളെ അടിക്കില്ല, പകരം നമ്മൾ യുവാക്കളെ വിളിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് നമ്മൾ ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടിരുന്നു. അവിടെ സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാമെന്ന യുവാക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പെല്ലറ്റ് ഗണ്ണ് വെച്ചിട്ട് നമ്മൾ സമാധാനിപ്പിച്ച് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ യുവാക്കളെ നമ്മൾ അടുത്ത് വിളിച്ച് വെച്ചിട്ട് ഈ ലാത്തിയുടെ മൊനയിലുണ്ട്, ലാത്തിയുടെ തുഞ്ചത്ത് നമ്മൾ ആണി കയറ്റി വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ തലോടുന്ന മറ്റ് ചില രംഗങ്ങളും നമ്മൾ കണ്ടു. ഇനി അതുമാത്രമല്ല, അവിടെ വന്നിട്ടുള്ള യുവാക്കൾക്കെതിരെ AK-47 വെച്ചിട്ട് വീണ്ടും തലോടുന്നതും നമ്മൾ കണ്ടു. പിന്നെ അവിടെ വന്ന യുവാക്കൾക്ക് സ്വന്തം പാർട്ടിയുടെ ഗുണ്ടകളെ കൊണ്ട് വെച്ചിട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും യൂണിഫോമും കാര്യങ്ങളും ഇടാത്ത ഗുണ്ടകളെ വെച്ചിട്ട് വീണ്ടും തലോടുന്നത് നമ്മൾ കണ്ടു. ഇനി അതൊന്നും പോരാത്തതിന് കുറേ മറ്റ് ഗുണ്ടകളെ ഇറക്കിയിട്ട് അവർക്ക് പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും യൂണിഫോം കൊടുത്തു. പേരിന് പകരം അവർക്ക് ബ്ലാങ്ക് കാർഡുകൾ കൊടുത്തിട്ട് അവരെ വെച്ചിട്ടും തലോടുന്നതും നമ്മൾ കണ്ടു. ഇതായിരുന്നു മോദിജി വീണ്ടും ഈ ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്ന മറ്റൊരു പാഠം. ഇനി മോദിജി അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം. യുവാക്കളെ, നിങ്ങൾ തെറ്റുകളിൽ നിന്നും പഠിക്കാനും മോശം പെരുമാറ്റങ്ങൾ ഉപേക്ഷിക്കാനും രാജ്യത്തിന് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ മോദിജി യുവാക്കളെ ക്ഷണിക്കുകയാണ്, മക്കളെ ക്ഷണിക്കുകയാണ്. അതായത് അടി കിട്ടിയതൊക്കെ കിട്ടി, ഞാൻ നിങ്ങളെ കൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ അടിച്ചു, എൻ്റെ അമിത്ഷാ പോലീസിനെ വിട്ടിട്ട് പട്ടാളത്തിനെ വിട്ടിട്ട് എൻ്റെ ഗുണ്ടകളെ വെച്ചിട്ട് നിങ്ങൾ അടുപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളോട് ഞാനിതാ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾക്കെതിരെ ഞാൻ കേസൊന്നും എടുക്കുന്നില്ല. എന്നെയും എൻ്റെ സ്വർഗത്തിലിരിക്കുന്ന അമ്മയെയും നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും മോദിജി എന്നുള്ള ഈ ഒരു ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എൻ്റെ സ്വന്തം മക്കളാണ്. അതായത് നിങ്ങൾ എൻ്റെ അതായത് ഞാൻ ദൈവമാകുമ്പോൾ നിങ്ങളൊക്കെ പുത്രന്മാർ, ദൈവപുത്രന്മാരാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാനൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വന്ന വഴിക്ക് തിരിച്ചു പൊക്കോളൂ. ഇതുവരെ എടുത്ത കേസുകൾക്കൊക്കെ എന്താണ് പരിഹാരം എന്നുള്ളത് ജി ഇതിലും എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം 4 ദിവസങ്ങളായിട്ട് ജി പാർലമെന്റിലോട്ട് വന്നിട്ടില്ല, അമിത്ഷായും പാർലമെന്റിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അല്ല കേസൊക്കെ എന്തായി, ഇവർക്കെതിരെയുള്ള കേസ് നീങ്ങോ, അല്ലെങ്കിൽ അമിത്ഷാക്ക് തല്ലിയതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ഓരോ വട്ടം ചോദിക്കുന്നുണ്ട്. പക്ഷേ ചോദിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള ഉത്തരം പറയാൻ ഈ 2 ടീമും ആ പാർലമെന്റിന്റെ വഴിയിലോട്ട് പോയിട്ടില്ല. ആകെ ഓഫീസിൽ പോയി അവിടുന്ന് തിരിച്ച് ഗോദി മീഡിയക്കാർക്ക് സലാം, ബായ്, ഹായ്, ഹലോ, ഹൈ ഇതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചതിലൂടെ ബാക്ക് ഗേറ്റ് കൂടെ ഇറങ്ങി പോരാറുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോയിൽ എന്താണ് ജി ശരിക്കും ഉദ്ദേശിച്ചത് എന്ന് സത്യത്തിൽ ജെൻസിനോടൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. കാരണം ജെൻസി ഈ ഫേക്ക് 10ാം ക്ലാസ്സും ഫേക്ക് MA പൊളിറ്റിക്കൽ സയൻസും ഒന്നുമല്ല. അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അവർക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ്. നല്ല പക്ക രാഷ്ട്രീയം അവർക്കറിയാം. അവർക്ക് എങ്ങനെ രാജ്യം മുന്നോട്ട് പോകണം എന്നറിയാം. രാജ്യത്തെ ഭരിച്ച് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്ത് കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ നല്ല വ്യക്തമായിട്ട് അവർക്കറിയാം. അതുകൊണ്ടാണ് ജെൻസി പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും നല്ല നല്ല മീമുകൾ പറഞ്ഞിട്ടും അങ്ങ് ജന്തർ മന്ദറിലോട്ട് ഒത്തുകൂടിയതും അവിടെ നിങ്ങളുടെ പോലീസ് അവിടെ അഴിഞ്ഞാടിയിട്ട് നിങ്ങളുടെ ഗുണ്ടകൾ അവിടെ അഴിഞ്ഞാടി കാണിച്ചിട്ടുള്ള എല്ലാ ചെറ്റത്തരങ്ങൾക്കെതിരെ തിരിച്ചടിക്കാൻ അവർ മുതിർന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണെന്ന് ജൻസികൾക്കും ഞങ്ങൾക്കും രാജ്യത്തെ മറ്റ് ജനങ്ങൾക്കും അറിയാം. ഇതറിയാത്തത് 2 കൂട്ടർക്കാണ്. ഒന്ന് രാജ്യം ഭരിക്കുന്ന നിങ്ങൾക്കും, പിന്നെ നിങ്ങളെന്നെ എന്താ പറയുക, സ്വയം നിങ്ങൾ പറയുന്ന വിവരങ്ങളാണ് ലോകത്തുള്ള ഏറ്റവും വലിയ മഹത്തകരമായിട്ടുള്ള വാക്കുകൾ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന നിങ്ങളെപ്പോലത്തെ കുറച്ച് ഇഡിയറ്റ്സ്, അതായത് നിങ്ങളെപ്പോലത്തെ വിഡ്ഢികളും നിങ്ങളായ വിഡ്ഢികളാണ് ദൈവങ്ങൾ എന്ന് വിചാരിക്കുന്ന കുറച്ച് അന്ധഭക്തർക്കും ഇപ്പോഴും ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്നും നമുക്കും ജെൻസിക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ 5ാമത്തെ രാത്രി, മോദിയുടെ 5ാമത്തെ രാത്രിയാണ് ഉറക്കം കേട്ടിട്ടുള്ള 5ാമത്തെ രാത്രി. പക്ഷേ ഈ രാത്രിയിൽ മോദിജി സ്വയം ദൈവമായി, ബയോളജിക്കൽ ദൈവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നതും നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടർക്കും അടി വാങ്ങി കൂട്ടിയിട്ടുള്ള നിങ്ങൾക്ക് സ്വയം അടി തന്നിട്ടുള്ള ഞാൻ അതാ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മഹത്തരമായിട്ടുള്ള ലോകോത്തരമായിട്ടുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മോദിജി ഇന്നത്തെ റീൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നാളെ ഏത് റീലും കൊണ്ടാണ് മോദിജി വരിക എന്നുള്ളത് മോദിജിക്കും മോദിജിയുടെ PR ടീമിനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, കാത്തിരുന്നിട്ട് നമുക്ക് കാണാം.